ഇസ്രായേൽ ജനത അക്കരെ കടന്നിട്ട് അവർ ദൈവത്തെ ആരാധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ചെങ്കടലിനെ പിളർത്തി അക്കരെ കടത്തിയതിനേക്കാൾ വലുതായി അവരക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് മിസ്രയീമിൻ്റെ അധികാരിയായ ഫറവോനും അവൻ്റെ സകല സൈന്യങ്ങളും ചെങ്കടലിൻ്റെ ഉള്ളിൽ മുങ്ങി മരിച്ചിട്ട് തീരത്തടിഞ്ഞു കിടക്കുന്ന മിസ്രൈമ്യ പടയാളികളുടെ മൃതശരീരങ്ങൾ കണ്ടിട്ടാണ് ഇസ്രായേലിലെ ജനത ദൈവത്തെ ആരാധിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബോറോ വോയിസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ദൈവവചനത്തോട് ചേർന്ന് നമുക്കായിരിക്കാൻ കർത്താവ് കൃപയാക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസങ്ങളിലായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിന്ന് യഹോവയുടെ കരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും, കർത്താവിൻ്റെ ഭുജത്തിൻ്റെ പ്രവൃത്തി ആര് ഗ്രഹിക്കും എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി ആരാണ് തിരിച്ചറിയുക? യഹോവയുടെ കരത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് മിസ്രയീമിൻ്റെ പാളയത്തിന് നടുവിലേക്ക് നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരം ഇസ്രായേലിലെ ജനതയുടെ വിടുതലിൻ്റെ കരമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായം 6-ാമത്തെ വാക്യം നാം പഠിക്കപ്പെടുമ്പോൾ, ശക്തിയാൽ മഹിമയണിഞ്ഞ വലങ്കൈ, കർത്താവേ നിൻ്റെ വലങ്കൈ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് നാം വായിക്കുകയാണ്. കർത്താവേ നിൻ്റെ വലത് കൈ നിൻ്റെ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. ഇത്ര മനോഹരമായൊരു വേദഭാഗം. ആ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. മിസ്രയീം വിട്ട് ഇസ്രായേൽ ജനത യാത്ര പുറപ്പെട്ടു. അവരുടെ യാത്രാമധ്യത്തിൽ അവർ കടന്നു പോകുന്ന വഴികളിൽ കൂടെ ദൈവസാന്നിധ്യവും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുതലും അനുഭവിച്ച് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവരെ യാത്ര പുറപ്പെട്ട് ചെങ്കടലിൻ്റെ തീരത്ത് പാളയമടിച്ചിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും ഇസ്രായേൽ ജനത്തെ വീണ്ടും അടിമനുഖത്തിലേക്ക് കൊണ്ടുപോകുവാനായി പാഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് ഇസ്രായേലിലെ ജനത ദൈവത്തിനെതിരെ, ദൈവദാസനായ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ഒരു കാഴ്ച ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് കാണാൻ കഴിയും. ആ ജനം ദൈവത്തോടും ദൈവദാസനായ മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന സാഹചര്യം. ചെങ്കടലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് മോശ നോക്കി ആർത്തിരമ്പുന്ന ചെങ്കടലാണ് മുൻപിൽ, പുറകിലാണെങ്കിൽ ഫറവോനും അവൻ്റെ സൈന്യവും. ഇതിനിടയിൽ അകപ്പെട്ടു പോയ ഇസ്രായേലിലെ ജനത ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ പിറുപിറുക്കുമ്പോൾ മോശയോ ചെങ്കടലിൻ്റെ തീരത്ത് ചൂടുള്ള മണൽപ്പരപ്പിൽ തൻ്റെ മുട്ടുകളെ ആഴ്ത്തി വെച്ചുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിനുടയവനായ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മിസ്രയീമിൻ്റെ അടിമ വീട്ടിൽ കിടന്ന ഈ ജനത്തെ വീണ്ടെടുക്കാൻ നീയാണ് എന്നെ പറഞ്ഞയച്ചത്. അവരെ മിസ്രയീമിൻ്റെ അടിമ വീട്ടിൽ നിന്ന് 10 ബാധകളും കടിഞ്ഞ സംഹാരദൂതനിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി, വിടുതൽ പ്രാപിക്കപ്പെട്ടവരായി, യഹോവയുടെ ഭുജത്തിൻ്റെ ബലത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ചെങ്കടലിന് തീരമരെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴോ ഞങ്ങളൊരു പ്രതിസന്ധിയിൽ, മുൻപിൽ ആർത്തിരുമ്പെന്ന ചെങ്കടലുണ്ട്, പുറകിൽ ഫറവോനും സൈന്യവുമുണ്ട്. എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ലെന്ന് മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ യഹോവയാം ദൈവം മോശയോട് പറയുന്നത്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ ഒരു വടി മാത്രമേ ഉള്ളൂ. ചെങ്കടലിന് നേരെ നീട്ടാൻ പറഞ്ഞപ്പോൾ ആ വടിയോടൊപ്പം സ്വർഗത്തിലെ ദൈവം തൻ്റെ കരവും നീട്ടി ചെങ്കടൽ 2ആയി പിണർന്ന് ഉണങ്ങിയ നിലമുണ്ടായി. ഇസ്രായേലിലെ ജനത അക്കരെ കടന്ന ദൈവജനം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയവർ പാടിയ പാട്ടാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർ പാടിയത് 15-ാം വാക്യത്തിന് 1-ാം വാക്യം, ഞങ്ങളുടെ രക്ഷയെ പ്രതി ജനത്തിൻ്റെ സ്തുതിഗീതം. അപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും ഈ സ്തുതിഗീതം ചൊല്ലി കർത്താവിനെ സ്തുതിച്ചു. മഹത്വവാനായ ദൈവത്തെ ആരാധിക്കുകയാണ്.
ആരാധിച്ചു വരുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യമാണ് 6-ാം വാക്യം. കർത്താവേ, നിന്റെ വലങ്കൈ നിന്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു. ഇസ്രായേൽ ജനത അക്കരെ കടന്നിട്ട് അവർ ദൈവത്തെ ആരാധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ചെങ്കടലിനെ പിളർത്തി അക്കരെ കടത്തിയതിനേക്കാൾ വലുതായി അവരക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് മിസ്രയീമിൻ്റെ അധികാരിയായ ഫറവോനും അവൻ്റെ സകല സൈന്യങ്ങളും ചെങ്കടലിൻ്റെ ഉള്ളിൽ മുങ്ങി മരിച്ചിട്ട് തീരത്തടിഞ്ഞു കിടക്കുന്ന മിസ്രൈമ്യ പടയാളികളുടെ മൃതശരീരങ്ങൾ കണ്ടിട്ടാണ് ഇസ്രായേലിലെ ജനത ദൈവത്തെ ആരാധിക്കുന്നത്. 120 വർഷക്കാലം അടിമ വീട്ടിലിട്ട് ഭാരപ്പെടുത്തിയവൻ, ദൈവജനത്തിന് ശത്രുവായിരിക്കുന്നവൻ, ദൈവജനത്തെ മുച്ചൂടെ നശിപ്പിക്കാൻ തീരുമാനമെടുത്തവൻ, വിടുതൽ കൊടുത്തിട്ടും വീണ്ടും പുറകെ വന്ന് അപഹരിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പതനം കണ്ടിട്ട്, അവൻ്റെ വീഴ്ച കണ്ടിട്ട്, അവൻ്റെ മരണം കണ്ടിട്ട്, അവൻ്റെ തകർച്ച കണ്ടിട്ട് ദൈവത്തെ ആരാധിച്ച കൂട്ടത്തിൽ മോശ ദൈവത്തോട് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറയുക, കർത്താവേ, നിന്റെ വലങ്കൈ നിന്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലങ്കരത്തിൻ്റെ പ്രവൃത്തി, യഹോവയാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വം, ഒന്നാമത് വിടുവിക്കുന്ന കരമാണെങ്കിൽ, രണ്ടാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യുന്ന കരമാണ്. മുമ്പിൽ ആർത്തിരും വന്ന് ചെങ്കടലുണ്ടെങ്കിൽ ചെങ്കടലിനെ പിളർക്കാൻ യഹോവയുടെ കരമൊന്ന് നീട്ടിയാൽ മതി. ജീവിതത്തിൻ്റെ പല തുറകളിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെ ദൈവം തൻ്റെ കരം നീട്ടി വിടുവിച്ചതായ ദൈവജനത്തിൻ്റെ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെ കരം നീട്ടി വിടുവിച്ച ദൈവം, പ്രതിബന്ധങ്ങളെ നീക്കിക്കളയുന്ന ദൈവം, മുമ്പിൽ മല പോലെ ഉയർന്നു നിന്ന ഫറവോനെയും സൈന്യത്തെയും ഇല്ലാതാക്കി തുറക്കുന്നത് ദൈവത്തിൻ്റെ ഭുജബലത്താലാണ്. അവനെ മുക്കിക്കൊന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കൈകളാലല്ല. ഇസ്രായേൽ ജനമെല്ലാം മിസ്രയീമിൻ്റെ ഈ അധികാരിയെയും അവൻ്റെ സൈന്യങ്ങളെയും ഇല്ലാതാക്കി കളഞ്ഞത്. പിന്നെയോ യുദ്ധം ദൈവത്തിൻ്റെതാണ്. പ്രവാചകന്മാർ പറയുന്നത് അങ്ങനെയാ, യുദ്ധം യഹോവയുടേതത്രേ, യുദ്ധം ചെയ്യുന്നത് യഹോവയാം ദൈവമാണ്. ഇസ്രായേലിലെ ജനത്തിൻ്റെ യാത്രകൾ പരിശോധിക്കപ്പെടുമ്പോൾ അവരുടെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ യുദ്ധങ്ങളുടെ നടുവിലേക്ക് ഇസ്രായേൽ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുക്കളെ നിർമൂലം നശിപ്പിച്ച് കളയുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ ദൈവത്തിൻ്റെ കരം ശക്തമാണ്. ഫറവോനെ മുക്കിക്കൊന്നവനായ ദൈവം, അവൻ നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രതിബന്ധങ്ങളെയും നീക്കിക്കളയുന്ന ദൈവമാണ്. ചെങ്കടലിനെ ഉണക്കാൻ കഴിവുള്ള ദൈവമാണ്. തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണ് പോകുന്ന പത്രോസിനെ ഇനി രക്ഷയിൽ നിന്ന് കരുതി ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ വലങ്കര നീട്ടി പത്രോസിനോട് അല്പവിശ്വാസിയെ ഭയപ്പെടരുതെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചുറപ്പിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ കരമല്ലേ? ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായിരുന്നാലും ആ പ്രതിസന്ധികളെ നീക്കിക്കളയാൻ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. എൻ്റെ യഹോവയാം ദൈവത്തിൻ്റെ കരം അനുകൂലമാകിയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് നെഹമ്യാവ് പറയുമ്പോൾ, അവൻ്റെ കരത്തിലോ അവൻ്റെ ശക്തിയിലോ തൻ്റെ ജനത്തിൻ്റെ ശക്തിയിലോ അല്ല ആശ്രയിച്ചത്, മറിച്ച് യഹോവയുടെ വലങ്കരത്തിലല്ലേ. ആ ദൈവത്തിൻ്റെ കരമല്ലേ പ്രതിബന്ധങ്ങളെ നീക്കിക്കളഞ്ഞത്. മുമ്പിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങളുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിൽ രോഗമെന്ന് പറയുന്ന പ്രതിസന്ധി നിന്നെ അലട്ടുന്നതാണ്. നിന്റെ ജീവിതത്തിൻ്റെ കടബാധ്യതകൾ നിന്നെ അലട്ടുന്നതാണ്. ബാങ്കിൽ നിന്ന് ഇന്ന് നിന്റെ വീട്ടിലേക്ക് എത്തി നിൽക്കുന്ന ജപ്തി നോട്ടീസ് നിന്റെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിബന്ധമാണ്. നിന്റെ മക്കളുടെ വിവാഹം നിന്റെ ജീവിതത്തിനൊരു പ്രതിബന്ധമാണ്. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം നിന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിബന്ധമാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ തകർച്ചകൾ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിബന്ധമാണ്. പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദൈവമക്കളെ, യഹോവയുടെ വലതുകരത്തിൻ്റെ കീഴിൽ നിനക്ക് ഇന്ന് ആശ്രയിക്കാമോ? ഈ ദൈവത്തിൻ്റെ കരം സകല പ്രതിബന്ധങ്ങളും നീക്കിക്കളയുന്ന കരമാണ്. ആ ദൈവത്തിൻ്റെ കരം സകല ശത്രുക്കളെയും നിർമൂലമില്ലാതാക്കുന്ന കരമാണ്. ആ ദൈവത്തിൻ്റെ കരത്തിലല്ലേ ഞാൻ നിങ്ങളെ ആശ്രയിക്കേണ്ടത്? എൻ്റെ ദൈവമേ,
എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്റെ ബലമുള്ള കരത്താൽ വിടുവിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ രാത്രി നിനക്ക് മനസ്സെങ്കിൽ, യഹോവയുടെ ബലമുള്ള ഭുജത്തിൽ നിനക്ക് ആശ്രയിക്കാൻ മനസ്സെങ്കിൽ, അവൻ്റെ കരം ശക്തമാണ്. പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാതിരിപ്പാൻ അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നും വിടുതലിൻ്റെ, ഇന്നും വീണ്ടെടുപ്പിൻ്റെ, ഇന്നും പ്രതിബന്ധങ്ങളെ നീക്കുന്നൊരു കരം നിൻ്റെ മുൻപിലുണ്ട്. ആ കരം നിന്നെ വഴി നടത്തട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിന്, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചതിനാൽ സ്തോത്രം. നിൻ്റെ കരുണയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിൻ്റെ കരത്തിൽ ഞങ്ങൾ ആശ്രയിക്കട്ടെ. സകല പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കി സുഗമമായി സന്തോഷത്തോടെ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മല പോലെ ഉയർന്നു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ ശക്തികളെല്ലാം അവിടുത്തെ ബലമുള്ള കരത്താൽ നശിപ്പിക്കപ്പെടാൻ, കീഴടക്കപ്പെടാൻ അങ്ങേ വലതുകരത്തിൽ മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മകൾക്കായി സ്തോത്രം. യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ.